കഴിഞ്ഞ വർഷം ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ഒരു അത്ലറ്റിക് മത്സരം ഉണ്ടായി. ദേശീയ അത്ലറ്റിക് മത്സരം ഉണ്ടായി. അതിൽ കാഴ്ചക്ക് പരിമിതിയുള്ള ഒരു കുട്ടി മത്സരത്തിനിടയിൽ അവളുടെ കാലിടറി ഒന്ന് വീണു. അപ്പൊ പിന്നാലെ വരുന്ന രണ്ട് മത്സരാർത്ഥികൾ ഇത് കണ്ടിട്ട് അവരുടെ മത്സരം നിർത്തിയിട്ട് ഈ കുട്ടിയെ അവരുടെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് 3 പേര് ഒരുമിച്ച് പോവാണ്. ഫിനിഷിംഗ് പോയിന്റിലേക്ക് അവിടെ എത്തുകയും ഇതിൽ നിന്ന് അവാർഡ് വാങ്ങിയതല്ലെങ്കിൽ മത്സരത്തിന് ജയിച്ചത് ഒരു കുട്ടിയാണെങ്കിലും പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയത് ഇവരുടെ സഹാനുഭൂതിയും അവരെ ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സുണ്ടല്ലോ, അതാണ്. അപ്പൊ ഇങ്ങനെ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം എന്ന് പറയുമ്പോൾ അത് നമുക്ക് എങ്ങനെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും? നമ്മുടെ സമൂഹത്തില് വ്യത്യസ്ത പ്രായമുള്ള ആളുകള്, വ്യത്യസ്ത മതവിശ്വാസികള്, വ്യത്യസ്ത ചിന്തകളുള്ള ആളുകള്, അതുപോലെ തന്നെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, അതായത് സാമൂഹിക പശ്ചാത്തലം, സാമ്പത്തികം, ഇതിലൊക്കെ വ്യത്യാസമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ ഒരേപോലെ അവരെ ബഹുമാനിക്കാനും ആദരിക്കാനും സ്നേഹിക്കാനും കഴിയുന്ന ഒരു സമൂഹമാണ് ഉൾക്കൊള്ളുന്ന സമൂഹം എന്ന് പറയുന്നത്. ഇത്തരം സമൂഹത്തിൽ അവർക്ക് വേണ്ട അംഗീകാരവും ആദരവും ഒക്കെ നൽകുകയും അതോടൊപ്പം തന്നെ അവരെ ചേർത്ത് പിടിക്കാനും അവരെ പുറന്തള്ളാതിരിക്കാനും അവരെ അകറ്റി നിർത്താതിരിക്കാനുമുള്ളവർക്ക് ഒരു സാധ്യതയും ഒരു മാനസികാവസ്ഥയുമുള്ള ഒരു സമൂഹമായിരിക്കും. ഇങ്ങനെ എല്ലാരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന, അതായത് മാറ്റി നിർത്തപ്പെടാത്ത, എല്ലാരെയും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു സമൂഹം ഉണ്ടാവണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആദ്യമായിട്ട് നമ്മുടെ കുടുംബത്തില് രക്ഷിതാക്കള് ഇത്തരം കാര്യങ്ങൾക്ക് മാതൃകയാകണം. കുടുംബത്തിലുള്ള അംഗങ്ങളോടും അതുപോലെ കുടുംബത്തിൽ പ്രയാസപ്പെടുന്ന ആളുകളോടും ഒക്കെ ഉള്ള അവരുടെ സമീപനമൊക്കെ കുട്ടികളിൽ നല്ല രീതിയിലുള്ള ചിന്താഗതി വളർത്തുന്നു. അതുപോലെ തന്നെ വിദ്യാലയങ്ങളിൽ എത്തുമ്പോൾ വിദ്യാലയത്തിലും കൂടെ പഠിക്കുന്ന കുട്ടികളുണ്ടായിരിക്കും, പല പ്രയാസങ്ങളുള്ള ആളുകളുണ്ടായിരിക്കും, പഠനത്തിൽ കഴിവ് കുറഞ്ഞ ആളുകളുണ്ടായിരിക്കും. ഇവരൊക്കെ കൂട്ടി യോജിപ്പിച്ചു കൊണ്ടുപോകാൻ അധ്യാപകരുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള മാതൃകകൾ അവർ സ്വീകരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രയാസമുള്ള മാനസികമായ പ്രശ്നങ്ങളുള്ള കുട്ടികളുണ്ടാവും, ആളുകളുണ്ടാവും. അവരൊക്കെ ആ രീതിയിൽ അവരെ മാറ്റി നിർത്താതെ അവരെ പൊതുധാരയിലേക്ക് കൊണ്ടുവരികയും അവർ കൂട്ടിപ്പിടിക്കുകയും ചേർത്ത് പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമൂഹമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സമൂഹത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന, എല്ലാവരോടും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു സമൂഹം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ എന്ത് നേട്ടമാണ് ഇതിലുണ്ടാവുക? ഇങ്ങനെയുള്ള മോർ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആണെങ്കിൽ ഓരോരുത്തർക്കും അവരുടെ കഴിവുകൾ വളർത്തിയെടുക്കാനും ഓരോരുത്തരുടെയും കഴിവുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സമൂഹത്തിലെ സോഷ്യൽ വർക്കേഴ്സോ അതുപോലെ മുതിർന്ന ആളുകളോ ആ കുടുംബത്തിലാകട്ടെ എന്ത് മേഖലയിലാകട്ടെ അവരൊക്കെ അതിലേക്ക് മുന്നോട്ട് കൊണ്ടുവരാനും അവർക്ക് വേണ്ട സഹായങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോഴെന്തായിരിക്കും അവസ്ഥ? അവിടുത്തെ ജനങ്ങൾക്ക്, വിദ്യാർത്ഥികളാകട്ടെ ആർക്കും ഒരു സുരക്ഷിത ബോധം ഉണ്ടാവും. ഞങ്ങളെ നോക്കാൻ, ഞങ്ങളെ സഹായിക്കാൻ ആളുകളുണ്ട്, ഞങ്ങൾക്ക് വളരാൻ സാധിക്കും എന്നുള്ള. അതുകൊണ്ട് തന്നെ ആ സമൂഹത്തിൽ എല്ലാ തരത്തിലുള്ള കഴിവുകളുള്ള നല്ലൊരു മികച്ച സമൂഹമായിട്ട് അത് മാറും. അത്തരം സമൂഹമാണ് നമ്മളൊക്കെ സ്വപ്നം കാണുന്നത്. നമ്മുടെ നാട്ടിലും അത്തരം ഉൾക്കൊള്ളാവുന്ന തരത്തിലുള്ള മനസ്സുള്ള ആളുകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്.